ചാപ്റ്റർ 8 ഡീൽ ചെയ്യുന്നത് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. Managerial functions commence with planning and end with controlling. Planning involves setting up of objectives while controlling seeks to ensure performances as per plan. നമുക്ക് എല്ലാവർക്കും അറിയാം മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് തുടങ്ങുന്നത് പ്ലാനിങ്ങിനെ വെച്ചിട്ടാണ്, എൻഡ് ചെയ്യുന്നത് കൺട്രോളിങ്ങിനെ വെച്ചിട്ടാണ്. പ്ലാനിങ് എന്തായിരുന്നു, എന്തൊക്കെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, എങ്ങനെയൊക്കെ അത് അച്ചീവ് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പ്ലാനിങ്ങിലൂടെയും ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻസിൽ നടന്നോ, പെർഫോമൻസ് എങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നു എന്ന് നോക്കുന്നത് ശരിക്കും കൺട്രോളിങ്ങിൽ കൂടെയുമാണ്. ഇനി എന്താണ് കൺട്രോളിംഗ്? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺട്രോളിംഗ്. According to Philip Kotler, control is the process of taking steps to bring actual results and desired results closing together. നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട്സും ശരിക്കും ഉണ്ടായ റിസൾട്ട്സും ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൺട്രോളിംഗ് അറ്റ് എ ഗ്ലാൻസ്, കൺട്രോളിംഗ് ഈസ് എ റെഗുലേറ്ററി ഫങ്ഷൻ. നമ്മൾ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു റെഗുലേഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വി ക്യാൻ സെഡ് ദാറ്റ് കൺട്രോളിംഗ് ഈസ് എ റെഗുലേറ്ററി ഫങ്ഷൻ. അത് മാത്രമല്ല മാനേജ്മെന്റ് ഫംഗ്ഷന്റെ എൻഡാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക്കും അതേപോലെ കണ്ടിന്യൂസും ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. എല്ലാ മാനേജേഴ്സും എല്ലാ ലെവലിലും വളരെ വൈഡായിട്ട് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസിന്റെ ഇവാലുവേഷൻസും കറക്ഷൻസും നടക്കേണ്ടതായിട്ടുണ്ട്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ലൈക്കിംഗ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മുൻപോട്ട് എന്ത് സംഭവിക്കണം എന്ന കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി കൺട്രോൾ ചെയ്യുന്നതിനെയാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. കൺട്രോൾ എന്ന് പറയുന്നത് ഇസ് എൻ ഇൻഡിസ്പെൻസിബിൾ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. കൺട്രോളിംഗ് ഇല്ലാതെ ഒരിക്കലും ഒരു ലെവൽസ് ഓഫ് മാനേജ്മെന്റും കടന്നു വരാനായിട്ട് സാധിക്കത്തില്ല. കൺട്രോളിംഗ് കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. അതേപോലെ പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് കൺട്രോളിങ്ങിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. കൺട്രോളിങ്ങിൽ കൂടെ മാനേജേഴ്സ് പ്രോപ്പറായിട്ട് പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്ത് ഓരോരോ ഗോൾസും അക്കംപ്ലിഷ് ചെയ്യുന്നു. കൺട്രോളിംഗ് ആണ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ സക്സസ് കീ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കറക്ഷൻ ഓഫ് ഡീവിയേഷൻ ആണ്. ഓരോ പെർഫോമൻസുകളും പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഓരോ ഡീവിയേഷൻസും എപ്പോൾ എടുക്കണം, ബേസിക് ഫങ്ഷൻസ് നിന്ന് എപ്പോൾ മാറണം എന്നൊക്കെ പറയുന്നത് ഈ കൺട്രോളിംഗ് കൂടെയാണ്. കൺട്രോളിംഗ് ഉള്ളപ്പോഴാണ് ഭാവിയിൽ നമുക്കുണ്ടാവുന്ന മിസ്റ്റേക്സുകൾ ഒഴിവാക്കപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. കൺട്രോളിംഗിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളതും മോസ്റ്റ് ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കുള്ള റിസോഴ്സസ്, എസ്പെഷ്യലി ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അത് നല്ല രീതിയിൽ കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എപ്പോഴും ഒരു ഗുഡ് സിസ്റ്റം ഓഫ് കൺട്രോള് ഇത്തരത്തിലുള്ള വേസ്റ്റേജുകൾ, മിസ്യൂസ് ചെയ്യപ്പെടുന്ന റിസോഴ്സസ് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിനൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. അതുവഴി നമ്മുടെ മൊത്തത്തിലുള്ള കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസിന് കുറയ്ക്കാനും ടോട്ടൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. ദെൻ ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് മൊറൈൽ. നല്ല രീതിയിലുള്ള ഒരു കൺട്രോൾ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താനും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഒഴിവാക്കാനും സഹായിക്കുന്നു. ആ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ആവശ്യമാണെങ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ, ഫ്യൂച്ചറിൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുന്നു. ഇത്തരത്തിൽ
നമ്മുടെ വീക്ക്നെസ്സുകളൊക്കെ റിമൂവ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഓർഗനൈസേഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് എൻഷുറിങ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എന്നുള്ളത്. കൺട്രോളിങ് എപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. വളരെ ശാന്തവുമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനുസരണയുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതുവഴി എംപ്ലോയീസിന് എന്തെങ്കിലും ഡിസോണസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനും എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ എന്നുള്ളത്. കൺട്രോളിങ് എപ്പോഴും ആക്ടിവിറ്റീസ് ഇന്റഗ്രേറ്റ് ചെയ്യാനും മൊത്തത്തിൽ ഒരു യൂണിറ്റി ഓരോ ആക്ഷൻസിൽ കൊണ്ടുവരാനായിട്ടും സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ആണ് ബെറ്റർ പ്ലാനിങ്. ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റം എപ്പോഴും നല്ല രീതിയിലുള്ള പ്ലാൻ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി അവിടെ നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനിങ്, ഫ്യൂച്ചറിന് വേണ്ട രീതിയിൽ അതിനെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നു. സോ ബെറ്റർ പ്ലാനിങ്ങിനും ഗുഡ് കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കൺട്രോളിങ് ഉള്ളതിൻ്റെ ലിമിറ്റേഷൻസ്. Following are the major limitations of control. First one, difficulty in setting quantitative standards. കൺട്രോളിങ് വരുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഓരോ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യും. അതൊന്നും നമുക്ക് ഇത്ര രീതിയിൽ വേണം നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എംപ്ലോയി മൊറൽ. നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണം, ഇതായിരിക്കണം ആ മനുഷ്യന്റെ മൊറലിന് നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഒരു ഓർഗനൈസേഷന് ഒരിക്കലും പുറത്തുള്ള ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ കൺട്രോളിങ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും ഒരു നല്ല ഗവൺമെന്റ് പോളിസി അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ചേഞ്ചസ്, ഒരു ഫാഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും? സോ അതൊരു വലിയ ലിമിറ്റേഷൻ ആണ് കൺട്രോളിങ്ങിന്റെ. നെക്സ്റ്റ് പോയിന്റ് ആണ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ് എന്നുള്ളത്. എംപ്ലോയീസ് ഫങ്ഷൻസ് മാനേജ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവാം. അവർ പ്രോപ്പറായിട്ട് അവരുടെ ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത് പോലെ അവർക്ക് തോന്നാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CCTV വെക്കുന്നത്, അതെപ്പോഴും എംപ്ലോയീസിനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ് CCTV. സോ എംപ്ലോയീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് കോസ്റ്റ്ലി അഫെയർ എന്നുള്ളത്. കൺട്രോളിങ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് വളരെയധികം ടൈമും എഫേർട്സും വേണ്ട ടൈപ്പ് ഒരു ആക്ടിവിറ്റിയാണ്. അതായത് വൺ ഓഫ് ദി കോസ്റ്റ്ലി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ് ഇത്തരത്തിലുള്ള നമ്മുടെ കൈൻഡ് ഓഫ് കൺട്രോളിങ് എന്ന് പറയുന്നത്. സോ ഒരു ചെറിയ എന്റർപ്രൈസ് ആണെങ്കിൽ പോലും അവർക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരേണ്ടതായിട്ടൊക്കെ ചിലപ്പോൾ വരാം. സോ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കോസ്റ്റ്ലി എക്സ്പെൻസീവ് അഫെയർ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ട്വിൻസ് ആണെന്നാണ് പറയപ്പെടുന്നത്. സയാമീസ് ഓഫ് മാനേജ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആണ്. ഒരു ഫംഗ്ഷന്റെ രണ്ട് പാർട്ടായിട്ടാണ്, രണ്ട് ആസ്പെക്റ്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള കൺട്രോളിങ്ങും പ്ലാനിങ്ങും റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. ഒരു ഫംഗ്ഷന് മറ്റൊരു ഫംഗ്ഷൻ ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് കൺട്രോളിങ് ചെയ്യാൻ ഒരു ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് സിസ്റ്റം ഇല്ലാതെ പ്ലാൻ ചെയ്യാനായിട്ടോ സാധിക്കത്തില്ല. അത് പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പ്ലാനിങ് വിത്തൗട്ട് കൺട്രോൾ ഇസ് മീനിങ്ലെസ്. കൺട്രോൾ വിത്തൗട്ട് പ്ലാനിങ് ഇസ് ബ്ലൈൻഡ് എന്നാണ് പറയുന്നത്. സോ പ്ലാനിങ് ആണ് കൺട്രോളിങ്ങിനെ ലീഡ് ചെയ്യുന്നത്, കൺട്രോളിങ് ആണ് പ്ലാനിങ്ങിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ് ശരിക്കും എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. കൺട്രോളിങ് എന്താണ് പ്ലാൻ ചെയ്തത് അത് നടക്കണമെന്ന് തീരുമാനിക്കുന്നു.
പ്ലാനിങ് കൺട്രോളിങ് ഇല്ലാത്ത പ്ലാനിങ് എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണ്. വേറൊരു സൈഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്ലാൻ നത്തിങ് ടു ബി കൺട്രോൾ എന്നാണ് പറയുന്നത്. ബോത്ത് പ്ലാനിങ്ങും കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു കോയിൻ്റെ രണ്ട് സൈഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഈ മ്യൂച്വൽ റിലേഷൻഷിപ്പിന് നമുക്ക് വേണമെങ്കിൽ താഴെ പറയുന്ന ഒരു പാറ്റേണിൽ കാണാം. സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നു, ഒന്നുകിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നു, ഇല്ല നല്ല രീതിയിലാണ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് പോലെ തന്നെയാണ് ആക്ച്വൽ പെർഫോമൻസ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ആക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് റിലേഷൻഷിപ്പിൽ പറയുമ്പോൾ നമ്മൾക്ക് മെൻഷൻ ചെയ്ത് പോകേണ്ടത്. സോ പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് എന്ന് പറയുന്നത് ഇൻഎഫക്റ്റീവ് ആണ്. കൺട്രോൾ വിത്തൗട്ട് പ്ലാനിങ് എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷനും കൺട്രോളിങ് എന്ന് പറയുന്നത് എൻഡ് ഫംഗ്ഷനുമാണ്. പ്ലാനിങ് കൂടുതലും തിയറട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൺട്രോളിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടാണ് ചെയ്യുന്നത്. പ്ലാനിങ് ആണ് ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജീസും ഒക്കെ കണ്ടെത്തുന്നത്. കൺട്രോളിങ് ആണ് ഇതൊക്കെ എത്രയോ നല്ല രീതിയിലാണ് അക്കംപ്ലിഷ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. പ്ലാനിങ് എന്ന് പറയുന്ന പേഴ്സ്പെക്റ്റീവ് ഒരു പ്രീസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റിയാണ് പ്ലാനിങ്. കൺട്രോളിങ് എന്ന് പറയുന്നത് ഇവാലുവേറ്റീവ് ആണ്. ഇനി പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഫോർവേഡ് ലുക്കിംഗ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൻ സെഡ് ദാറ്റ് പ്ലാനിങ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് വൈൽ കൺട്രോളിങ് ഈസ് ലുക്കിംഗ് ബാക്ക്. പ്ലാനിങ് മുന്നോട്ട് നോക്കുകയും കൺട്രോളിങ് എന്താണ് നമ്മൾ ചെയ്തതെന്ന് പിന്നോട്ട് നോക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പാർഷ്യലി കറക്റ്റ് ആണ്. പ്ലാനിങ് എപ്പോഴും നമ്മൾ പ്രിപ്പറേഷനാണ്, ഫ്യൂച്ചർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടീഷൻസ് എങ്ങനെയാവണമെന്ന് പ്ലാൻ ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിനകത്ത് ഫോർവേഡ് ലുക്കിംഗ് ആക്ഷൻ ഫങ്ഷൻസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓൺ ദ അതർ കോൺട്രറി കൺട്രോളിംഗ് എന്ന് പറയുന്നത് ലൈക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോലെയാണ്. എന്തൊക്കെയാണ് പാസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്തത്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ലേ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ലുക്കിംഗ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ഹവർ കൺട്രോളിംഗും എപ്പോഴും പുതിയ പ്ലാൻസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാൻസ് റിവൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൺട്രോളിംഗ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിന് ഹെൽപ്പ് ചെയ്യും. അത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കുറേ റിസോഴ്സസ് വയ്ക്കാനും ഫ്യൂച്ചറിൽ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ദെയർഫോർ പ്ലാനിങ്ങും കൺട്രോളിംഗ് എന്ന് പറയുന്നത് രണ്ടും ഫോർവേഡ് ലുക്കിംഗ് ആണെന്നുള്ളതാണ് മെയിനായിട്ടും പറഞ്ഞു പോകുന്നത്. സോ പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഇന്റർ റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ടുമില്ലാതെ രണ്ടിനും നിലനിൽപ്പില്ല. പ്ലാനിങ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് മേക്കിംഗ് കൺട്രോളിംഗ് ഈസിയർ ആൻഡ് എഫക്റ്റീവ്, ആൻഡ് കൺട്രോളിംഗ് ഇംപ്രൂവ് ഫ്യൂച്ചർ പ്ലാനിംഗ് ബൈ പ്രൊവൈഡിംഗ് ഇൻഫർമേഷൻ derived from past experience. ഓൾറെഡി മെൻഷൻ ചെയ്ത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കുന്ന എന്തൊക്കെയാണ് കൺട്രോളിങ്ങിന്റെ പ്രോസസ്സ് എന്നാണ്. കൺട്രോളിംഗ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻവോൾവിംഗ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് കുറച്ച് സിസ്റ്റമാറ്റിക് പ്രോസസ് ഇൻവോൾവ് ആവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. രണ്ടാമത്തെ ആക്ടിവിറ്റി ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. മൂന്നാമത്തെ ആക്ടിവിറ്റി ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്യുക. 4 ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക. 5 കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഒന്നാമത്തേത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. ഇത് കൺട്രോളിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അത് ഒബ്റ്റെയിൻ ചെയ്തത് എന്തൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തത് അത് വെച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ്സ് ബെഞ്ച് മാർക്സ് ആയിട്ട് സെർവ് ചെയ്യുന്നു ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതിൽ. അതേപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യപ്പെടുന്നു, എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കി. ജനറലി സ്റ്റാൻഡേർഡ് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കോസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ ആയിരിക്കണം, അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം ആൻഡ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. പിന്നെയുള്ളതാണ് മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. വൺസ് ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യണം.
ഇത് അസസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും അസസ് ചെയ്യപ്പെടും. പല പല ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലെ പെർഫോമൻസുകൾ മെഷർ ചെയ്യപ്പെടുക. അതിനകത്ത് പേഴ്സണൽ ഒബ്സർവേഷൻസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ലൈക്ക് സാമ്പിൾ ചെക്ക് ചെയ്യുക, പെർഫോമൻസ് റിപ്പോർട്ട്സുകൾ നോക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ മാക്സിമം പോസിബിൾ ആയിട്ട് പെർഫോമൻസ് സെയിം യൂണിറ്റ്സ് സെയിം സ്റ്റാൻഡേർഡ്സ് ആണോ ഫോളോ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നോക്കി, പിന്നെ ആക്ച്വൽ പെർഫോമൻസ് നോക്കി, പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാന്നുള്ളതാണ്. ഇത് ഈ സമയത്താണ് ഏതൊക്കെ ഡീവിയേഷൻസ് എടുക്കണം, സ്റ്റാൻഡേർഡ്സും ഏതൊക്കെ ഡീവിയേഷൻസ് വന്നിട്ടുണ്ടെന്നുള്ളതൊന്ന് റിവീൽ ആവപ്പെടുന്നത്. ഇതിന്റെ സമയത്ത് പെർഫോമൻസ് മാച്ച് ചെയ്യപ്പെടുന്നത് നോക്കും, സ്റ്റാൻഡേർഡ്സ് ആണോ, ഈ ഏത് രീതിയിലാണ് അണ്ടർ കൺട്രോളിലാണോ എന്നുള്ളത് നോക്കും. ദെൻ ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനലൈസ് ചെയ്യും. അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഈ സ്റ്റേജിൽ ഏതെങ്കിലും തരത്തിൽ ഡീവിയേഷൻസ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് ഡീവിയേഷൻസ് നോക്കും. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിലുള്ള പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുമുള്ള ഗ്യാപ്പിനെയാണ് ഡീവിയേഷൻ എന്ന് മെൻഷൻ ചെയ്ത് പോകുന്നത്. ഡീവിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയ ആണ്. മാനേജേഴ്സ് എപ്പോഴും ഇതിൽ റിഗാർഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനി കൺട്രോളിങ്ങിന്റെ പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, it is neither economical nor easy to keep check on each and every activity in an organization, that we all know. Control should therefore focus on key result areas which are critical to the success of an organization. There are set as critical, these are set as critical points. If anything get wrong at the critical points, the entire organization suffers. ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്ന പുതിയൊരു ടേമാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് എക്കണോമിക്കൽ അല്ല, ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്നതാണ്. സോ ചില കീ റിസൾട്ട് ഏരിയാസ് ഉണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സിന് എഗനിസ്റ്റോ അല്ലെങ്കിൽ അതിന് നോക്കാതെയോ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെയാണ് പോകുന്നതെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷൻ സഫർ ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്താണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. It is based on the belief that an attempt to control everything results in controlling nothing. All deviations need not to be brought to the attention of management. Usually, only those deviations which seems exceptionally high and which cannot be solved by a lower level management alone should be reported to the top management. This is what is called management by exception. എന്താണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ടേം ഉണ്ട്, നമ്മൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ളൊരു കാര്യം. അപ്പം നമുക്കുണ്ടാകുന്ന ഡീവിയേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസിന് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സിനെ ശ്രദ്ധിച്ചിട്ട് അതിന് മാത്രം ഫോക്കസ് കൊടുക്കുക. അതായത് ചില കാര്യങ്ങളുണ്ട്, ഇപ്പം ലോവർ ലെവൽ മാനേജ്മെന്റിന് അത് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ അടുത്ത് പോയാലേ എന്തെങ്കിലും അതിന് കറക്ഷൻസ് നടക്കൂ. ഇങ്ങനെയുള്ള കേസിലൊക്കെ അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഇതിനെയാണ് ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇറ്റ് സേവ്സ് ടൈം ആൻഡ് എഫേർട്സ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആസ് ദേ ഡീൽ വിത്ത് ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ടൈം ആൻഡ് എഫേർട്ട് സേവ് ചെയ്യപ്പെടുകയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസിൽ അവരുടെ കോൺസെൻട്രേഷൻ എത്തുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ അവർ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മാനേജറിയൽ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ കൊടുക്കും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ചെയ്യാനും, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അറിയാലോ, താഴെ തട്ടിലേക്ക് അവരുടെ അതോറിറ്റി ഡൈവേർട്ട് ചെയ്ത് കൊടുക്കപ്പെടുന്നു. മൊറയിലെ എംപ്ലോയീസിന്റെ മൊറയിൽ കൂട്ടാനും ഇത് കൂടുതൽ ക്രിട്ടിക്കൽ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാനും ടൈംലി ആക്ഷൻസ് എടുക്കാനും സഹായിക്കുന്നു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പാണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കൺട്രോളിങ് പ്രോസസ്സിൻ്റെ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് കൺട്രോൾ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾ എടുത്തിട്ടുള്ള ഡീവിയേഷൻസിന് എന്തൊക്കെ ആക്ഷനാണ് എടുക്കേണ്ടത്, എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് ഈ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോസസ് ഓഫ് ഡീവിയേഷൻ, കറക്റ്റീവ് ആക്ഷൻ ടു ബി ടേക്കൺ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റീവ് മെറ്റീരിയൽ ആണ് നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്ത് മെറ്റീരിയലിൻ്റെ സ്പെസിഫിക്കേഷൻ എടുക്കണം. രണ്ടാമത് ഏതെങ്കിലും മെഷീനറിക്കാണ് ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ എന്ത് കറക്റ്റീവ് ആക്ഷൻ എടുക്കാം? എക്സിസ്റ്റിംഗ് മെഷീൻസ് റിപ്പയർ ചെയ്യുകയോ ആ മെഷീൻ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സിസ്റ്റിംഗ് പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് കോസസ് ഓഫ് ഡീവിയേഷനും കറക്റ്റീവ് ആക്ഷനും എടുക്കാനായിട്ട് സാധിക്കും.